കേട്ട മാതിരി നിങ്ങൾ വിചാരിക്കുന്നതാണ് എന്ത് നവരാഷ്ട്രീയമാണ് ആം ആദ്മി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന്. ഞാന് നിങ്ങളുടെ ശ്രദ്ധ 1947 ക്ഷണിക്കുക. അതായത് ഇന്ത്യ സ്വതന്ത്രമായ വർഷം. അന്ന് 35 കോടി ജനങ്ങൾ, അതാണ് ഇന്ത്യയുടെ ജനസംഖ്യ അന്ന്. നമ്മൾ സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് 76 വർഷങ്ങളായി. ആലങ്കാരിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു പുരുഷായുസ് കടന്നിരിക്കുന്നു. എങ്കിലും നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി അല്ലെ വർണ്ണമായ രീതിയിൽ പറഞ്ഞാല് വികസന രാഷ്ട്രം, ഇന്നും വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമായി സ്ഥിതി ചെയ്യുകയാണ്. 35 കോടിയിൽ നിന്ന് നാം 142 കോടി 75 ലക്ഷം ജനങ്ങളായിട്ട് വളർന്നു. അപ്പോൾ ഇത്രയധികം മനുഷ്യ വിഭവശേഷി ഉണ്ടായിരുന്നിട്ടും, ഇത്രയധികം വിസ്തൃതി, മഹാരാജ്യത്തിന് വിസ്തൃതി ഉണ്ടായിരുന്നിട്ടും, ഇത്രയധികം പ്രകൃതി വിഭവങ്ങൾ നമുക്ക് സുലഭമായിട്ടുണ്ടായിരുന്നിട്ടും, ഇത്രയധികം വ്യത്യസ്തമായ കാലാവസ്ഥ നമുക്കുണ്ടായിരുന്നിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമായി മാറ്റാൻ സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, ഞാന് ഇനി നിങ്ങളുടെ ശ്രദ്ധ 1971 ക്ഷണിക്കുക. അന്നാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ 3ാമത് ലോകം ഏറ്റുമുട്ടിയത്. അന്ന് ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വാർത്തകൾ അറിയാൻ ഇന്ത്യ ജയിക്കുമോ എന്നറിയാനായിട്ട് പത്രം വായിക്കുന്ന ചാച്ചൻ തെക്കേതിൽ കൊച്ചാടൻ, നിങ്ങൾ എല്ലാവരും അദ്ദേഹത്തെ അറിയും. തെക്കേതിൽ കൊച്ചാടൻ അദ്ദേഹം ചാച്ചനെ ചോദിക്കും, ചാച്ചാ ഇന്ത്യ ജയിക്കുമോ? എടാ ജയിക്കുമായിരിക്കും. പിറ്റേ ദിവസം ചോദിക്കും, ചാച്ചാ ഇന്ത്യ ജയിക്കുമോ? ഞാനെന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പത്രം വായിക്കാൻ ശ്രമിക്കും. അങ്ങനെ പത്രം വായനയുടെ ജിജ്ഞാസ കണ്ട എന്റെ ചാച്ചൻ എന്നോട് പറഞ്ഞു, നീ ചില കാര്യങ്ങൾ പഠിക്കണം. അങ്ങനെ അദ്ദേഹം എന്നെ പഠിപ്പിച്ച 1ാമത്തെ വാക്കാണ് വികസന രാഷ്ട്രം. ഇന്ത്യ വികസിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രമാണ്. എന്നാൽ അമേരിക്കയും റഷ്യയും വികസിത രാഷ്ട്രങ്ങൾ, അതായത് അവർ വികസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരൊക്കെ നമ്മുടെ നാട്ടുഭാഷയിൽ പറഞ്ഞാൽ മുതലാളി രാജ്യങ്ങൾ. നമ്മുടേതോ ഇന്നും പാവപ്പെട്ടവന്റെ രാജ്യം. അപ്പൊ ഞാൻ ഉടനെ ചോദിച്ചു, ചേച്ചാ ഇതിന് നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രമോ നിർണ്ണീയണം. അന്ന് അദ്ദേഹം നമ്മുടെ മാണി സാറിന്റെ വലിയ വാന പറഞ്ഞു, മാണി സാറിനെ പോലുള്ള നമ്മുടെ നേതാക്കന്മാര് പൈസ, അതായത് അവരൊക്കെയാണ് സർക്കാരിന്റെ പണം കൈകാര്യം ചെയ്യുന്നത്. അവര് ആ പണം നമുക്ക് വേണ്ടി വിനിയോഗിക്കുകയാണെങ്കിൽ, അതായത് അവരവരുടെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാതെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുകയാണെങ്കിൽ നമ്മുടെ രാജ്യം ഒരു വികസിത രാഷ്ട്രമാകും. അതിന് അദ്ദേഹം പറഞ്ഞു തന്ന വാക്കാണ് കുംഭകോണം. അന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് ആഗ്രഹിച്ചു, ദൈവമേ ഇതിന്റെ രാജ്യത്ത് കുംഭകോണം എന്നുള്ള ചരിത്രം ഉണ്ടാകരുത്. ഇന്ത്യ അന്ന് ഞാൻ പത്രത്തിൽ തൊട്ടും ഇന്ത്യയുടെ പേരോട് ചേർത്ത് എന്തെങ്കിലും വികസിതം എന്ന് എഴുതിയിട്ടുണ്ടോ? ഇതുവരെ അത് കാണാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കുംഭകോണങ്ങളുടെ ചരിത്രം എന്നും കാണാനുണ്ട്. ലാവ്ലിൻ കുംഭകോണം, കാലിത്തീറ്റ കുംഭകോണം, കൽക്കരി കുംഭകോണം, അങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മുടെ നികുതിപ്പണം അടിച്ചു മാറ്റിയ രാഷ്ട്രീയക്കാർ അടിച്ചു മാറ്റി അവർക്ക് വേണ്ടി ഉപയോഗിച്ചതിന്റെ ചരിത്രങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ അവസരത്തിലാണ് ആം ആദ്മിയുടെ പ്രസക്തിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന് ആം ആദ്മി ഭരിക്കുന്ന 2 സംസ്ഥാനങ്ങളാണുള്ളത്. ഒന്ന് ഡൽഹി, ഒന്ന് പഞ്ചാബ്. ഡൽഹിയെ കുറിച്ച് നിങ്ങൾ ധാരാളം കേട്ടിട്ട് കാണും. അവിടെ വൈദ്യുതി 200 യൂണിറ്റ് വരെ സൗജന്യമായി കൊടുക്കുന്നു. ചികിത്സ എല്ലാവർക്കും സൗജന്യമായി കൊടുക്കുന്നു. അതുപോലെ തന്നെ കുടിവെള്ളം സൗജന്യമായിട്ട് കൊടുക്കുന്നു. യാത്രാ സൗകര്യം, ഇന്ന് സ്ത്രീകൾക്കും വയോജനങ്ങൾക്കും യാത്രാ സൗകര്യം ഫ്രീയാണ്. അങ്ങനെ ജനക്ഷേമകരമായ ധാരാളം പ്രവർത്തനം നടക്കുന്നു. ഒപ്പം തന്നെ ഡൽഹി കഴിഞ്ഞ ആഴ്ച ഒരു ചരിത്രം സ്ഥാപിച്ചിട്ടിരിക്കുക, ഒരു ചരിത്രം സൃഷ്ടിച്ചിരിക്കുക. എന്താണെന്നറിയാമോ? നമ്മുടെ ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങൾക്കും പൊതുകടം ബാക്കി നിൽക്കുക. എനിക്ക് നമ്മുടെ കേരളത്തിന് ഏകദേശം 4000 കോടി രൂപയാണ്. അതായത് ജനിച്ചു വീട് 4 ലക്ഷം കോടി. അതായത് ജനിച്ചു വീഴുന്ന ഒരു കുട്ടി
1,50,000-ലധികം രൂപ കടക്കാരനായിട്ടാണ് ജനിക്കുന്നത്. എന്നാൽ ഷീലാ ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ ഡൽഹി ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ഭരണം കഴിയുമ്പോൾ 26,000 കോടി രൂപ കടമുണ്ടാക്കി വെച്ചിരുന്ന കഴിഞ്ഞ ആഴ്ചത്തെ ഡൽഹിയിലെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ പൊതുകടം 0, പൊതുകടം മുഴുവൻ സർക്കാർ നീട്ടിയിരിക്കുന്നു. മാത്രമല്ല 16,457 കോടി രൂപ മിച്ചം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഇനി നമ്മൾ കൊടുക്കുന്ന നികുതിയുടെ റേറ്റ് എന്ന് പരിശോധിച്ചാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഡൽഹിയിൽ ഒരു നികുതിയും കൂട്ടിയിട്ടില്ല. എന്നാൽ നമ്മുടെ കേരളത്തിലോ നികുതി കൂട്ടാത്ത ഒരു ദിവസമെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? പത്രത്തിൽ ആ ഉടനികുതി, വീടിന്റെ നിർമ്മാണത്തിന് പെർമിറ്റ് ഫീസ് കൂട്ടി, കറണ്ട് ചാർജ് കൂട്ടി, ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടുന്നു, ഇങ്ങനെ എന്നും ചാർജുകളാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് നിങ്ങൾ വില കൊടുത്ത് മേടിച്ച മീറ്റർ, വാടക മേടിക്കുന്ന പാർട്ടികളാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡ്. നിങ്ങളുടെ ബില്ലിൽ വായിച്ചു നോക്കുക. നിങ്ങൾ വില കൊടുത്ത് മേടിച്ച മീറ്റർ, അതിന് നിങ്ങളിൽ നിന്ന് മീറ്റർ റെന്റ് എന്ന് പറഞ്ഞ് ചാർജ് ആക്കുന്നുണ്ട്. അങ്ങനെ വിചിത്രമായ നടപടികളുള്ള നാടാണ് നമ്മുടേത്. അപ്പോൾ ഈ ഡൽഹിയെ കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നതിനൊപ്പം തന്നെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധ പഞ്ചാബിലേക്ക് ക്ഷണിക്കുക. ഞാൻ പഞ്ചാബിലേക്ക് ക്ഷണിക്കാൻ കാരണം എന്താണ്? പഞ്ചാബിൽ നമ്മുടെ സംസ്ഥാനം പോലെ ഒരു കാർഷിക സംസ്ഥാനമാണ്. ഏകദേശം 40 വർഷം, അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ 1977 ഗ്രോ മോർ ഫുഡ് പദ്ധതി പ്രകാരം അവിടുത്തെ സിഖുകാർ സർക്കാരിന്റെ നിയന്ത്രണ പ്രകാരം കൃഷി ചെയ്തു. അമിതമായ വളപ്രയോഗവും അമിതമായ കീടനാശിനി ഉപയോഗവും നിമിത്തം മണ്ണിന്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടു. ഒപ്പം തന്നെ കർഷകർ രോഗികളായി, ക്യാൻസർ പിടിപെട്ടു. അവർ ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് കുടിയേറി. ഒപ്പം തന്നെ അവരുടെ മക്കളും. പിന്നീട് ആണ് ബിന്ദരൻവാദിയുടെ നേതൃത്വത്തിൽ ആതങ്കവാദികളുടെ ഒരു വലിയ പ്രശ്നം തന്നെ പഞ്ചാബിലുണ്ടായത്. തുടർന്ന് അങ്ങോട്ട് അയൽ രാജ്യത്തിൽ നിന്ന്, സത്യരാജ്യത്തിൽ നിന്നുണ്ടായ മയക്കുമരുന്നിന്റെയും ലഹരിയുടെയും കള്ളക്കടത്ത്. അങ്ങനെ കഴിഞ്ഞ ഒരു 40 വർഷക്കാലം അടുപ്പിച്ച് പഞ്ചാബിന്റെ സർവ്വ മേഖലകളിൽ നശിപ്പിച്ചു വരുന്നതാണ് 2.5 വർഷം മുമ്പ് നടന്ന ഇലക്ഷനിൽ ഭഗവത്മാന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മന്ത്രിസഭ രൂപീകരിച്ച ഉടനെ ആദ്യമായിട്ട് അദ്ദേഹം ചെയ്തത് എന്നാണ്, അദ്ദേഹം കണ്ടു സർക്കാർ സ്ഥാപനങ്ങളിൽ ഉദ്യോഗസ്ഥരില്ല. ഒറ്റയടിക്ക് 22,000 പേർക്കാണ് PSC അപ്പോയിന്റ്മെന്റ് കൊടുത്തത്. പിന്നീട് അദ്ദേഹം ശ്രദ്ധിച്ച വിദ്യാഭ്യാസ മേഖലയിലേക്കാണ്. വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം കണ്ടു 10,000-ഓളം അധ്യാപകർക്ക് ഡെയിലി വേജസ് ദിവസക്കൂലി കൊടുത്ത് അതാണ് സർക്കാർ സമയം കൊടുക്കാൻ സർക്കാരിന് കാശില്ല. അദ്ദേഹം ആ 15,000 പേരെ ഒറ്റ ദിവസം നിയമിച്ചു. അങ്ങനെ വിദ്യാഭ്യാസ മേഖല അദ്ദേഹം വീണ്ടെടുത്തു. അതുപോലെ തന്നെ സർക്കാർ ആഫീസുകൾ ഊർജ്ജസ്വലമാക്കി. എന്നിട്ട് അവർ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. അതിന് അദ്ദേഹം കൊടുത്ത പേരാണ് 75 ഘണ്ട അഭിയാൻ, 72 മണിക്കൂർ യജ്ഞം. എന്താണ് 72 മണിക്കൂർ യജ്ഞം? നിങ്ങളുടെ ഓഫീസിൽ ഒരു സംരംഭം തുടങ്ങാനായിട്ട് അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങാനായിട്ട് ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ 72 മണിക്കൂറിനുള്ളിൽ അതിന് ഒരു തീരുമാനമെടുത്ത് ആ വ്യവസായം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിക്ക് എല്ലാ ക്ലിയറൻസും നൽകിയിരിക്കണം. അങ്ങനെ സാധ്യമല്ലെങ്കിൽ അവ എന്റെ ഓഫീസിലേക്ക് അയക്കണം. ഞാൻ ആദ്യം പരിശോധിക്കാം ഉദ്യോഗസ്ഥർക്ക് വീഴ്ച വന്നതെന്നാണ്. പ്രിയപ്പെട്ടവരെ, അത്ഭുതം എന്ന് പറയട്ടെ, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഗൂഗിൾ ഒന്ന് പരിശോധിക്കുക. റിവേഴ്സ് മൈഗ്രേഷൻ നിങ്ങൾക്ക് കാണാം. റിവേഴ്സ് മൈഗ്രേഷൻ ഇൻ പഞ്ചാബ് ഇൻ ഇന്ത്യ ചരിത്രത്തിൽ വളരെ ദുർലഭമായി നടന്നിട്ടുള്ള കാര്യമാണ്. നാട് വിട്ടുപോയവർ നാട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്നു. എന്താ കാരണം? എന്റെ താഴേക്ക് വായിച്ചാൽ നിങ്ങൾക്ക് കാരണം കിട്ടും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടു, വ്യവസായങ്ങളും സംരംഭങ്ങളും നടത്താൻ ഒരു അനുകൂലമായ അന്തരീക്ഷം. അപ്പോൾ ഇവിടെ പലരും പൈസ വ്യവസായങ്ങളിലും സംരംഭങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവർ നടത്തിക്കൊണ്ടു പോകുന്ന ആൾക്കാരുണ്ടാവുന്ന പറയാം, അവർ വിദേശത്ത് ഉള്ള തങ്ങളുടെ ബന്ധുക്കളെ തിരിച്ചു വിളിക്കാൻ ആരംഭിച്ചു. അത് മാത്രമല്ല, ഞാൻ ആദ്യം പറഞ്ഞു, അദ്ദേഹം വിദ്യാഭ്യാസ മേഖല നന്നാക്കി. വിദ്യാഭ്യാസ മേഖല നന്നാക്കിയോടുകൂടി അമേരിക്കയിലും കാനഡയിലും ലഭിക്കുന്നതിന് മെച്ചമായ വിദ്യാഭ്യാസം തുച്ഛമായ തുകയ്ക്ക് അല്ലെങ്കിൽ ഒരു ചിലവുമില്ലാതെ
തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് ലഭിക്കുമെന്നൊരവസ്ഥ പഞ്ചാബിൽ വന്നപ്പോൾ ഇതാ കുട്ടികളെയും കുടുംബക്കാരെയും ഇറക്കി സിക്കുക തിരിച്ചു വരിക. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നാട് വിട്ടുപോയ ജനങ്ങളെ നാട്ടിൽ നിന്ന് ജോലിയും വിദ്യാഭ്യാസവും ചികിത്സയും തേടി നാട് വിട്ടുപോയവരെ തിരിച്ചു വരുത്തുക സാധ്യമാണ് വെറും 2.5 വർഷം കൊണ്ട്. ഇത് പഞ്ചാബിൽ സാധ്യമായത് ആം ആദ്മി പാർട്ടിക്കാണ്. അങ്ങനെ പഞ്ചാബിൽ സാധ്യമാണ്, ഇത് ഡൽഹിയിൽ സാധ്യമാണ് എങ്കിൽ ഇത് കേരളത്തിലും പ്രിയപ്പെട്ടവരിൽ സാധ്യമാണ്. ഇന്ന് നമ്മുടെ ഏത് കുടുംബത്തിൽ നിന്നാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു വ്യക്തി അന്യനാട്ടിൽ പോകാത്തത്? അവരൊക്കെ ഈ നാട് വിട്ട് പോയിരിക്കുന്നത് നിങ്ങൾ സന്ദർശിച്ചതാണോ? ഞാൻ എന്റെ വ്യക്തിപരമായ കാര്യം പറയാം. എന്റെ മകന് ഇവിടെ വില്ലേജ് ഓഫീസിലാണ് ജോലി. എന്നാലും ഇലക്ഷന്റെ കാലത്തൊക്കെ പറയും, ഞാൻ നാളെ വരികയാണ്. കേട്ടോ രാത്രിയിലും വോട്ടിംഗ് മെഷീന്റെ കൗണ്ടിങ്ങും ശരിയാക്കലും ഒക്കെ ഉണ്ട്. ഒരു രാത്രി എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ഗദ്ഗതം രാത്രിയിൽ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, മക്കൾ വിദേശത്ത് പോയിരിക്കുന്ന മാതാപിതാക്കന്മാരുടെ ഉള്ളിന്റെ ഉള്ളിലെ സങ്കടം, അവർ തങ്ങളുടെ ചാരത്തില്ലാത്തതിന്റെ സങ്കടം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആം ആദ്മി സർക്കാർ ഇവിടെ രൂപീകരിക്കുന്നതിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. കാരണം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആ പ്രതാപം, ഗോഡ്സ് ഓൺ കൺട്രി, ദൈവത്തിന്റെ സ്വന്തം നാട്, ഇന്നൊരു സ്വന്തം ദൈവത്തിന്റെ സ്വന്തം നാടല്ല, മറിച്ച് കൊള്ളക്കാരെയും കള്ളന്മാരുടെയും തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും സ്വതന്ത്ര പക്ഷപാതക്കാരെയും എല്ലാം കാണാം. നമുക്ക് ആ പഴയ നമ്മുടെ പൈതൃകം തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ആം ആദ്മി പാർട്ടിയിൽ അംഗങ്ങളാകുക. ഒപ്പം തന്നെ വരുന്ന ഇലക്ഷനുകളിൽ നിങ്ങൾ വെറും അടിമകളെ പോലെ വോട്ട് ചെയ്യാതെ ആർക്ക് നിങ്ങളെ സമീപിക്കുന്നവർ നിങ്ങൾ ചോദിക്കാൻ കഴിയണം, നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എന്ത് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ആ ചോദ്യത്തിന് ഉത്തരവ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതുവരെ നമ്മളെ ഭരിച്ച മുത്തശ്ശി പാർട്ടികളൊന്നും ഈ ഒരു ഉത്തരം തരാൻ തയ്യാറാകില്ല. അതിനാല് നിങ്ങൾ ഈ ചോദ്യം ചോദിച്ച് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം. അങ്ങനെ നമ്മുടെ ഈ നാടിന്റെ തനിമ, മലയാള തനിമ, ദൈവത്തിന്റെ സ്വന്തം നാട്, അത് ഒരു ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്നതിന് നിങ്ങൾ സഹായിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.